നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസിനെ വഞ്ചിച്ച കെ.എം. മാണിയും മകനും രാഷ്ട്രീയത്തിലെ യൂദാസുകളെന്ന് എം. ഹസൻ. വഞ്ചന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയെന്നും ഹസൻ. സാമ്പത്തിക ക്രമക്കേട് KSRTC മാനന്തവാടി ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ജില്ലയിൽ സമരം ചെയ്ത 30 മെക്കാനിക്കൽ ജീവനക്കാർക്കും സസ്പെൻഷൻ. ഉഡാൻ പദ്ധതി രണ്ടാം ഘട്ടത്തിൽ വയനാട്ടിലും എയർ സ്ട്രിപ്പ്. പദ്ധതിയിൽ സംസ്ഥാനത്ത് നിന്ന് വയനാടും ഇടുക്കിയും. നൂൽപ്പുഴ കണ്ണങ്കോട്ട് അപൂർവ ഇനം ദേശാടന കിളികൾ ചത്തുവീണു. ദേശാടകർ രോഗവാഹകരെന്ന് ആശങ്ക. നടവയലിലെ വിവാദ ഭൂമിയിൽ സമരസമിതി പ്രവർത്തകർ കൃഷിയിറക്കി. മേപ്പാടി കോട്ടവയൽ കോളനിയിൽ ആദിവാസികൾക്ക് രാപ്പാർക്കാൻ മേൽക്കൂരയില്ലാത്ത വീട്. വീട്ടിലേക്ക് ചെളി തൊടാതെ നടക്കാൻ സിമന്റിട്ട റോഡ്. SSLC പരീക്ഷാഫലം നാളെ. ജില്ലയിൽ ഫലം കാക്കുന്നത് 12,548 വിദ്യാർത്ഥികൾ. +1 ക്ലാസുകളിൽ പ്രവേശനം തിങ്കളാഴ്ച മുതൽ ഓൺലൈനിൽ. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-ന്. വാർത്തകളിലേക്ക് വിശദമായി. കോൺഗ്രസിനെ വഞ്ചിച്ച മാണിയും മകനും രാഷ്ട്രീയത്തിലെ യൂദാസുമാരാണെന്ന് KPC അധ്യക്ഷൻ എം. ഹസൻ. കർത്താവിനെ ഒറ്റുകൊടുത്തത് 30 വെള്ളിക്കാശിനാണെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിനെ വഞ്ചിച്ച മാണിക്കും മകനും യൂദാസിന്റെ അതേ അനുഭവം ഉണ്ടാകുമെന്നും അവർക്ക് രാഷ്ട്രീയ ആത്മഹത്യ നടത്തേണ്ടി വരുമെന്നും ഹസൻ കൽപ്പറ്റയിൽ പറഞ്ഞു. K.M. മാണിയും ജോസ് കെ മാണിയും UDF പാനലിൽ മത്സരിച്ചവരാണ്. കോൺഗ്രസിനെ വഞ്ചിച്ച് മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ അധാർമികതയാണ്. മാണിയുടെ നടപടി അപ്രതീക്ഷിതമാണെങ്കിലും ആസൂത്രിത നീക്കമായിരുന്നുവെന്നും കൊടും ചതിയാണെന്നും ഹസൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരിക്കലും ഈ വഞ്ചനയ്ക്ക് അവർക്ക് മാപ്പ് നൽകുകയില്ല കേരളത്തിലെ ജനാധിപത്യ വിശ്വാസം. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിനെ വഞ്ചിച്ച K.M. മാണി സാറിനും അദ്ദേഹത്തിൻ്റെ മകനും കേരള രാഷ്ട്രീയത്തിൽ യൂദാസിന്റെ അതേ അനുഭവം ഉണ്ടാവും. രാഷ്ട്രീയ ആത്മഹത്യ അവർ നടത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് KSRTC മാനന്തവാടി ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ലോറൻസ് ജേക്കബിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. KSRTC ED വിഭാഗം വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടേതാണ് നടപടി. ഒരു മാസം മുമ്പ് മാനന്തവാടി പുൽപ്പള്ളി KSRTC ബസ്സിൽ വെച്ച് യാത്രക്കാരൻ കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ ആശുപത്രിയിലായ കണ്ടക്ടറുടെ കൈവശമുണ്ടായിരുന്ന പണവും മറ്റും ഡിപ്പോയിൽ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. KSRTCയിലെ CITU യൂണിയന്റെ ജില്ലാ നേതാവാണ് ലോറൻസ് ജേക്കബ്. KSRTC മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുടെ സമരം തീർന്നു. സർവീസുകൾ സാധാരണ നിലയിൽ. ജില്ലയിൽ സമരം ചെയ്ത 30 മെക്കാനിക്കൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ. കോർപ്പറേഷൻ പ്രഖ്യാപിച്ച സിംഗിൾ ഡ്യൂട്ടി വ്യവസ്ഥയ്ക്കെതിരെ സമരത്തിനിറങ്ങിയവർക്കെതിരെ KSRTC മാനേജ്മെന്റ് ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാരെ അവശ്യ സേവന പരിപാലന നിയമപ്രകാരം പിരിച്ചുവിടുമെന്നും ഉത്തരവുണ്ടായിരുന്നു. ഇതുലംഘിച്ച് ജോലിക്ക് ഹാജരാകാതിരുന്ന 30 മെക്കാനിക്കൽ ജീവനക്കാർക്കാണ് ജില്ലയിൽ സസ്പെൻഷൻ നോട്ടീസ് കിട്ടിയത്. ഇവരെ ജോലിയിൽ പ്രവേശിക്കേണ്ടെന്ന് ചീഫ് ഓഫീസ് അറിയിച്ചിരുന്നു. മാനന്തവാടി ഡിപ്പോയിൽ 11 പേരെയും സുൽത്താൻ ബത്തേരിയിൽ 10 പേരെയും കൽപ്പറ്റയിൽ 8 പേരെയുമാണ് സമരത്തിൽ പങ്കെടുത്തതിന് സസ്പെൻഡ് ചെയ്തത്. കൽപ്പറ്റയിൽ യൂണിറ്റ് ഓഫീസറെ അധിക്ഷേപിച്ചതിന് അനധികൃത അവധിയെടുത്തതിനും 2 പേർ സസ്പെൻഷനിലായി. ഇന്നലെ 3 ഡിപ്പോകളിലായി 80ഓളം സർവീസുകളാണ് സമരം കാരണം മുടങ്ങിയത്. സ്വകാര്യ സർവീസുകളുമായി കടുത്ത മത്സരം നിലനിൽക്കുന്ന വയനാട്ടിലെ ചില റൂട്ടുകളിൽ KSRTCയുടെ ട്രിപ്പ് മുടക്കി സമരം സ്വകാര്യ ബസ്സുകൾക്ക് വലിയ അനുഗ്രഹമായി. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ബത്തേരി KSRTC ജില്ലാ ഡിപ്പോയോടുള്ള മാനേജ്മെന്റ് അവഗണന തുടരുന്നു. ഏറ്റവും ഒടുവിൽ ഡിപ്പോയ്ക്ക് അനുവദിച്ച ജലസംരക്ഷണ സന്ദേശ ബസ് മാനന്തവാടിയിലേക്ക് മാറ്റി. ജില്ലാ ഡിപ്പോയായ ബത്തേരി KSRTCയോടുള്ള മാനേജ്മെന്റിന്റെ അവഗണന തുടരുകയാണ്. ഡിപ്പോയെ അടുത്ത കാലത്തായി നിരന്തരമായി അവഗണിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇവിടേക്ക് അനുവദിച്ച ബസ് മാനന്തവാടി ഡിപ്പോയിലേക്ക് മാറ്റിയ സംഭവം. സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗവും KSRTCയും സംയുക്തമായി പുറത്തിറക്കിയ 15 ജലസംരക്ഷണ സന്ദേശ ബസ്സിൽ 1 അനുവദിച്ചത് ബത്തേരി ഡിപ്പോയ്ക്കായിരുന്നു. ഇതിൽ ATE 227 നമ്പർ ബസ്സാണ് ബത്തേരിക്ക് അനുവദിച്ചത്. എന്നാൽ ഈ ബസ് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മാനന്തവാടി ഡിപ്പോയിലേക്ക് മാറ്റി. ജലസംരക്ഷണ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത ബസ്സുകളാണ് ഇവ. ഈ ബസ് ബത്തേരിയിൽ നിന്നും മാറ്റിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതുകൂടാതെ DTO അടക്കമുള്ള ഓഫീസറെ ഇവിടെ നിന്നും മാറ്റിയതിനെതിരെയും ബാംഗ്ലൂർ ബസ്സിന് ബത്തേരിയിൽ റിസർവേഷൻ എടുത്തു മാറ്റിയതും ബത്തേരി ഡിപ്പോയോടുള്ള അവഗണനയാണെന്നാണ് ആരോപണം ഉയരുന്നത്. അപ്പോൾ KSRTC ബത്തേരി ഡിപ്പോയ്ക്ക് അനുവദിച്ച ബസ് മാനന്തവാടിക്ക് നൽകിക്കൊണ്ട് KSRTCയെ അവഗണിക്കുന്ന
ഈ മാനന്തവാടി സുൽത്താൻ ബത്തേരി ഡിപ്പോയെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ഈ മേഖലയെ തന്നെ അവഗണിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് കാലങ്ങളായി ഇത് നിരന്തരം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വയനാട് ന്യൂസ് ബത്തേരി. 2500 രൂപയ്ക്ക് 500 കിലോമീറ്റർ പറക്കാൻ ചെറുവിമാനങ്ങളുമായി ഉഡാൻ പദ്ധതി രണ്ടാം ഘട്ടത്തിൽ വയനാട്ടിലും എയർ സ്ട്രിപ്പ് വരുന്നു. കഴിഞ്ഞ ദിവസം സിംലയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കേരളത്തിൽ വയനാടും ഇടുക്കിയും പരിഗണനയിൽ. 10 വർഷം കൊണ്ട് പ്രവർത്തന സജ്ജമാകുന്ന വിധത്തിലാണ് എയർ സ്ട്രിപ്പുകൾ നിർമ്മിക്കുക. ചെറിയ വിമാനങ്ങൾക്ക് മാത്രമായിരിക്കും ലാൻഡിംഗ് അനുമതി. കസ്റ്റംസ് എമിഗ്രേഷൻ വിഭാഗങ്ങൾ എയർ സ്ട്രിപ്പുകളിൽ ഉണ്ടാവില്ല. ആഭ്യന്തര സർവീസ് മാത്രമാണ് നടത്തുന്നത് എന്നതുകൊണ്ടാണിത്. പുതിയ വിമാനത്താവളങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകളായാണ് നിർമ്മിക്കുക. 200 ഗ്രീൻഫീൽഡുകളാണ് പുതുതായി നിലവിൽ വരിക. ഇതിലേക്കാണ് വയനാടിനെ ഉൾപ്പെടുത്തിയതായി സൂചന. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലാണ് വയനാടിനെ പരിഗണിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രങ്ങളെയും പരിഗണിച്ചാൽ ഗുരുവായൂരും ശബരിമലയും വയനാടിനും ഇടുക്കിക്കുമൊപ്പം പട്ടികയിൽ ഇടം തേടുമെന്നറിയുന്നു. ഉഡാൻ പദ്ധതിയിൽ വയനാട് ഇടം നേടുമെന്ന് സ്ഥിരീകരിച്ചാൽ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സഞ്ചാരികളുടെ പാർപ്പിട, റോഡ് യാത്ര, ഭക്ഷണ സൗകര്യങ്ങളും അടിയന്തര പ്രാധാന്യത്തോടെ നവീകരിക്കുകയും ഗുണനിലവാരമുള്ളതാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായി വരും. ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമായി വരികയാണ്. ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ്. നൂൽപ്പുഴ നമ്പിക്കൊല്ലി കണ്ണങ്കോട്ട് അപൂർവയിനം ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. ഇന്ന് കാലത്ത് 9 മണിയോടെ കണ്ണങ്കോട് വായനശാലയ്ക്കടുത്താണ് 10ഓളം അപൂർവ പക്ഷികളെ ചത്ത നിലയിൽ കണ്ടത്. ദേശാടന കിളികൾ രോഗവാഹകരാകാൻ സാധ്യതയുണ്ടെന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി. പ്രദേശത്ത് ആഴ്ചകൾക്ക് മുമ്പും ദേശാടന കിളികൾ ചത്തുടങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. തത്തയോട് സാദൃശ്യമുള്ള തത്തവർഗത്തിൽപ്പെട്ട അപൂർവ പക്ഷികളെയാണ് ചത്ത നിലയിൽ കണ്ടത്. ആഴ്ചകൾക്ക് മുമ്പും ഇതേ ഇനം പക്ഷികൾ തന്നെ കണ്ണങ്കോട് ചത്തൊടുങ്ങിയത്. വയനാട്ടിൽ സാധാരണ കാണാറില്ലാത്ത ഇവ എങ്ങുനിന്നോ വിരുന്നു വന്നതാണെന്നാണ് അനുമാനം. കാട്ടിലെ ആവാസ വ്യവസ്ഥ തകർന്നതിനെ തുടർന്ന് ഉൾക്കാടിറങ്ങി കൊടുഞ്ചൂടിൽ തളർന്നു വീണതാണോ എന്നും വ്യക്തമല്ല. വെളുത്ത പ്രതലമുള്ള വായനശാലയുടെ ഭിത്തിയിൽ കാഴ്ച സംബന്ധിച്ച വൈചിത്ര്യമുള്ള ഈ പക്ഷികൾ തലയടിച്ചു വീണതാകാമെന്ന അഭിപ്രായവും ചിലർ പങ്കുവച്ചു. കണ്ണങ്കോട് പ്രദേശത്തേക്ക് ഈ അപൂർവ തത്തവർഗത്തെ ആകർഷിക്കുന്ന കാര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 6-ാം തീയതി, ഇപ്പം 1 മാസമായുള്ളൂ, ഇതുപോലൊരു കൂട്ടം വന്ന് ചത്തിട്ട്. അതിൽ പിന്നെ ഒരെണ്ണം പറന്നു വീഴുന്നുണ്ട്. പക്ഷേ അത് രക്ഷപ്പെട്ടോ ഇല്ലയാണല്ലോ പറയാൻ പറ്റില്ല. അപ്പം ഇത് സംഭവം എന്താ പക്ഷിപ്പനിയിൽപ്പെട്ടാണോ ഇനി മറ്റേ ഇതാണോ എന്നുള്ളതല്ല. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാം. അപ്പം ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു. ആദ്യം തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു. ഫോറസ്റ്റുകാർ വരും. കാലാവസ്ഥാ വ്യതിയാനം പക്ഷിമൃഗാദികളുടെയും മനുഷ്യരുടെയും ആവാസ വ്യവസ്ഥയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെയും അപായകരമായ പരിസ്ഥിതി തകർച്ചയുടെയും അടയാളമായാണ് പരിസ്ഥിതി പ്രവർത്തകർ സംഭവത്തെ വിലയിരുത്തുന്നത്. ഭക്ഷണം ലഭിക്കാതെയും കുടിവെള്ളം കിട്ടാതെയും കാടലഞ്ഞ് കാട്ടാനകളും കടുവകളും മുതൽ ഏതോ കിളിമരക്കൊമ്പുകളിൽ ചേക്കേറിയിരുന്ന അപൂർവ ദേശാടന കിളികളുമൊക്കെ ചത്തുവീഴുന്നത് നമ്മുടെ തന്നെ വിനാശത്തിൻ്റെ ചൂണ്ടുപലകയാണ്. സ്ഥലത്തെത്തിയ വനം വകുപ്പ് അധികൃതർ മരിച്ച പക്ഷികളെ മൃഗസംരക്ഷണ വകുപ്പിന് കൈമാറി. പക്ഷികൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നതിൻ്റെ വിശദാംശങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൻ. വയനാട് നീലഗിരി അതിർത്തി പ്രദേശമായ പാട്ടവയലിനടുത്ത് കൊട്ടാട് കടുവയും കുഞ്ഞും കാടിറങ്ങി. ജനങ്ങൾ ഭീതിയിൽ. രാവിലെ ജോലിക്ക് പോകുമ്പോൾ തോട്ടം തൊഴിലാളികളാണ് കടുവയെ കണ്ടത്. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. കാടിറങ്ങിയത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. കൊട്ടാടിലെ ഗോവിന്ദൻ ചെട്ടിയുടെ കൃഷിയിടത്തിലാണ് കടുവയും കുഞ്ഞും മറഞ്ഞിരിക്കുന്നത്. വനം വകുപ്പ് റേഞ്ചർ മനോഹരന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ നടത്തി. കാൽപ്പാടുകൾ കണ്ടെത്തി കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവും നൽകി. വനത്തോട് ചേർന്ന പ്രദേശമായതിനാൽ വന്യമൃഗശല്യം പ്രദേശത്ത് രൂക്ഷമാണ്. രാവിലെ പാൽ എടുത്തിട്ട് പോകുമ്പോൾ സാർ പുലി சத்தம் கேட்டுச்சு. அதுக்கு பிறகு விஜயன் சொன்ன பக்கத்து வீட்டு விஜய் சொன்ன ஆள் ஏறி வரும்போது புலியை விரட்டி ஓடியாச்சு. அப்புறம் ஃபாரஸ்ட் அவங்களே சொல்லிட்டு டிபார்ட்மெண்ட் வந்துட்டு பார்க்கும்போது சத்தம் கேட்டுச்சு. புலி கரெக்டாக உள்ளார தான் இருக்குது சார், காட்டுக்குள்ளார இருக்குது. அவங்க கண்டிப்பாக கேட்டிருக்கு சத்தம். எப்படியாவது துரத்தி விட்டால் எல்லாரையும் பிடிச்சி எங்கேயா கொண்டு விட்டால் நல்லது സാർ. രാവിലെ പാൽ കൊണ്ടുപോകുന്നവരും ജോലിക്ക് പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് രാത്രികാലങ്ങളിൽ വനം വകുപ്പ് അധികൃതർ വാഹനങ്ങളിൽ സർച്ചിംഗ് നടത്തുന്നുണ്ട്. വയനാട് ന്യൂസ്, ചീരാൻ. നെന്മേൻ ഈസ്റ്റ് ചീരാൽ കളനൂർക്കുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെത്തിയ കോഴിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ വനം വകുപ്പ് അധികൃതർ പിടികൂടി കാട്ടിൽ വിട്ടു. കോളൂർ ശ്രീധരന്റെ വീടിനോട് ചേർന്ന കോഴിക്കൂട്ടിലാണ് കഴിഞ്ഞ ദിവസം കാടിറങ്ങിയെത്തിയ പെരുമ്പാമ്പ് ഇരയെ കണ്ടെത്തിയത്. 6 അടി നീളമുള്ള പെരുമ്പാമ്പിൻ കുഞ്ഞിനെയാണ് പിടികൂടിയതെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു.
നടവയലിലെ വിവാദ ഭൂമിയിൽ സമരസമിതി കൃഷി ഇറക്കി. തർക്കത്തെ തുടർന്ന് ഫെബ്രുവരി 28-ന് സമരസമിതി കൊടിനാട്ടിയിരുന്നു. നടവയൽ സ്കൂളിന് മുൻപിലുള്ള 1.17 ഏക്കർ സ്വകാര്യ ഭൂമിയിലാണ് കപ്പ, ചേമ്പ്, ചേന എന്നിവ നട്ടത്. അഞ്ചുകുന്ന് കളത്തിങ്കൽ സുരേഷ് കുമാറിൽ നിന്നും നടവയൽ തുണ്ടത്തി ബിജു അന്യായമായി കൈക്കലാക്കിയ ഭൂമിയാണ് നേരത്തെ സമരസമിതി പിടിച്ചെടുത്തത്. വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരായ സമരസമിതിക്കാർ ഷെഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഷെഡ് ഈ ഭൂമിക്കകത്ത് വെച്ചുകൊണ്ട് അവകാശം സ്ഥാപിക്കാനാണ് ഈ സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുള്ള നിലമൊരുക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചത്. ഒരു 10-100 ആൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ സംയുക്തമായ ഒരു ഉത്സവ ചായയോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഭക്ഷണത്തോട് വെച്ചുണ്ടാക്കി കഴിച്ച് ഞങ്ങളത് സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വേറെ കൂരിക്കുന്ന ആളെ കൂട്ടാണ്ട് എല്ലാ പാർട്ടിയുടെയും ആൾക്കാരും. ജില്ലയിൽ വേനൽ മഴ ലഭിച്ചിട്ടും കിണറുകളിൽ കുടിവെള്ളം എത്തിയില്ല. പുഴയോരങ്ങളിലെയും വയലേലകളിലെയും കിണറുകളിൽ നേരിയ ജലവർധനയുണ്ട്. എന്നാൽ മറ്റു കിണറുകളിൽ പഴയ അവസ്ഥ തുടരുകയാണ്. ജില്ലയിലെ 3 താലൂക്കുകളിലും ടാങ്കർ ലോറികളിൽ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ 3 താലൂക്കുകളിലായി 5000 ലിറ്ററിന്റെ 100 കിയോസ്കുകളാണ് കുടിവെള്ളത്തിനായി സ്ഥാപിച്ചിരിക്കുന്നത്. 200 എണ്ണം കൂടി ജില്ലയിൽ എത്തിയിട്ടുണ്ട്. പുഴയോരത്തുള്ള കിണറുകൾ വരെ വറ്റിവരണ്ടു. പൂതാടി, പുൽപ്പള്ളി, മുള്ളംകൊല്ലി, കൊയിലേരി ഭാഗങ്ങളിലുള്ള കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വയനാട്ടിൽ ഇടയ്ക്ക് മഴ കിട്ടിയിട്ടും കുടിവെള്ളം ഇനിയും കിട്ടാക്കനിയാണ്. ചൂടും വരൾച്ചയും ജനങ്ങൾക്ക് കടുത്ത ജലക്ഷാമമാണ് ഉണ്ടാക്കുന്നത്. ഭൂഗർഭജല വിതാനം ഓരോ ദിവസവും കഴിയുന്തോറും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കുഴൽ കിണറുകൾ മുൻകാലത്തേക്കാൾ അധികരിച്ചിരിക്കുന്നതാണ് ഇതിനു കാരണം. ഇതോടെ കിണറുകളിൽ ജലം കുറഞ്ഞു തുടങ്ങി. ജില്ലയിൽ കനത്ത വേനൽ മഴ ലഭിച്ചിട്ടും കിണറുകളിൽ ഇനിയും കുടിവെള്ളമെത്തിയില്ല. അനബോർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. മേപ്പാടി പഞ്ചായത്ത് 22-ാം വാർഡിലെ കോട്ടവയൽ കോളനിയിൽ ആദിവാസി വികസനം അതിഗംഭീരം. കോളനിയിൽ ചെളിമണ്ണ് തൊടാതെ വീടുകളിലെത്താൻ സിമന്റ് ഇട്ട നടപ്പാതകളുണ്ട്. പക്ഷേ വീടിന് മേൽക്കൂരയില്ല. ഏത് മനുഷ്യസ്നേഹിയുടേതാണ് ഈ തലതിരിഞ്ഞ വികസന ആസൂത്രണമെന്നറിയില്ല. വികസനം എന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ പണം കായ്ക്കുന്ന മരമാവുകയാണിവിടെ. 3 വർഷങ്ങൾക്ക് മുമ്പ് കരാറുകാർ പാതി വഴിയിൽ നിർമ്മാണം നിർത്തിവെച്ചതാണ് ആദിവാസി ഭവനങ്ങൾ ചുറ്റുമതിലിൽ ഒതുങ്ങാൻ കാരണം. 20 സെന്റ് സ്ഥലത്ത് 8 വീടുകളാണ് ഉള്ളത്. ഇതിൽ 4 വീടുകൾക്ക് മേൽക്കൂരയില്ല. 3 വർഷം മുമ്പ് കരാറുകാർ പാതി വഴിയിൽ നിർമ്മാണം നിർത്തി സ്ഥലം വിട്ടു. അത്യാവശ്യക്കാർ പ്ലാസ്റ്റിക് ഷീറ്റും മറ്റു വലിച്ചു കെട്ടിയും മറ്റുള്ളവർ താൽക്കാലിക ഷെഡ് നിർമ്മിച്ചുമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ പഴയ വീടിന്റെ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഒരു ഷെഡിലാണ് ഒരു അപ്പുറത്ത് വീട്ടിലുള്ളവർ കിടക്കുന്നത്. പിന്നെ കരാറുകാർ പറ്റിച്ചു പോയതാണ്. ഇതുവരെയായിട്ട് ഒരു വന്ന അന്വേഷണമൊന്നുമില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് ഭവന നിർമ്മാണ ആരംഭം. ഇതിനു പുറമെ മേപ്പാടി പഞ്ചായത്തിന്റെ 3 ലക്ഷം രൂപ ചെലവഴിച്ച് കോളനിയിലെ മുറ്റങ്ങൾ ഉൾപ്പെടെ നടപ്പാതകളുടെ കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരുന്നു. ഇതോടെ ചെളി ചവിട്ടാതെ കോളനിക്കാർക്ക് മേൽക്കൂരയില്ലാത്ത വീടുകളിലെത്താം. ജില്ലയിലെ ആദിവാസി കോളനികൾ കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും പണം കായ്ക്കുന്ന മരങ്ങളാവുകയാണ്. ഭവന നിർമ്മാണ തട്ടിപ്പിൽ ഈ നാട്ടിൽ നിയമങ്ങളൊന്നുമില്ലേ ചോദ്യം ചെയ്യാൻ എന്നാണ് കോളനിക്കാർ ചോദിക്കുന്നത്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. മാനന്തവാടി നഗരസഭയിലെ ഒഴക്കോടി ഡിവിഷൻ കുടുംബശ്രീ ADS വാർഷികാഘോഷ പരിപാടികൾ ഒഴക്കോടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് പാർവതി സത്യൻ അധ്യക്ഷയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാരദ സജീവൻ, കൌൺസിലർ പുഷ്പരാജൻ, നാഷണൽ വായനശാല പ്രസിഡന്റ് AV മാത്യു, നിർമ്മല വിജയൻ, ഗീത ശശി എന്നിവരും സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പനമരം യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം നടത്തി. ജില്ലാ പ്രസിഡന്റ് KK വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിലുള്ള റോഡുകൾ ഗതാഗത യോഗ്യമാക്കി ബസ് സർവീസ് സുഗമമാക്കി ടൗണുമായി ബന്ധപ്പെടാൻ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് MK അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് കാക്കവയൽ, യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി ജോജി ടി ജോയ്, യൂണിറ്റ് സെക്രട്ടറി KT ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി MK അബ്ദുൽ നാസറിനെയും സെക്രട്ടറിയായി KT ഇസ്മായിലിനെയും യോഗം തെരഞ്ഞെടുത്തു. വയനാടൻ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ മുഖം നൽകുകയാണ് മരക്കടവിലെ ഒരുപറ്റം യുവാക്കൾ. ഉപയോഗശൂന്യമായ കരിങ്കൽ ക്വാറി തടാകമാക്കി ഇവിടെ ബോട്ട് സർവീസും മറ്റും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർക്ക് ബോട്ടിലിരുന്ന് ചുണ്ടയിൽ മീൻ പിടിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്വാറിയുടെ പരിസരങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട്. ക്വാറിയിലെ നിറഞ്ഞ വെള്ളത്തിൽ താറാവ് കൂട്ടങ്ങളുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ബോട്ടിൽ കയറുന്നവർക്കെല്ലാം ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. ഇവിടെ നിന്ന് പിടിക്കുന്ന മീൻ ഇവിടെ തന്നെ ഫ്രൈ ചെയ്യാനുള്ള സൗകര്യവും സന്ദർശകർക്ക് ഒരുക്കി കൊടുക്കുന്നു. 6 യുവാക്കൾ ചേർന്നാണ് പാഴായി കിടക്കുന്ന കരിങ്കൽ ക്വാറി തടാകമാക്കി മാറ്റിയത്.
കബനി പുഴയോട് ചേർന്നുള്ള തടാകം സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. മാറ്റിവരികയാണ്. ഈ അവധിക്കാലത്ത് ആളുകൾക്ക് കൂടുതൽ ആസ്വാദകരമാകാൻ വേണ്ടിയിട്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ ടൂറിസത്തിന്റെ ഭാഗമായി തന്നെ എല്ലാ ആളുകൾക്കും പരമ്പരാഗത രീതിയിൽ ഒന്ന് ചൂണ്ടയിട്ട് തന്നെ മീൻ പിടിക്കുകയും അവർക്ക് അത് നമ്മൾ ഇവിടുന്ന് തന്നെ ഫ്രൈ ചെയ്ത് അവർക്ക് വേണ്ട കഴിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കബനി നദി, ബന്ദിപ്പൂർ, നാഗർഹോള വനമേഖലയോട് ചേർന്ന് 2 ഏക്കർ വരുന്ന തടാകം കാണാനും മത്സ്യങ്ങളെ വലവീശി പിടിക്കാനും എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി തടാകത്തെ വ്യാവസായികാടിസ്ഥാനത്തിൽ ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാംഗങ്ങൾ. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ജൂൺ 14 ക്ലാസ് തുടങ്ങാൻ പാകത്തിൽ +1 പ്രവേശനം നേരത്തെയാക്കാൻ തീരുമാനം. തിങ്കളാഴ്ച മുതൽ ഈ മാസം 22 വരെ +1 പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. കഴിഞ്ഞ വർഷം ജൂൺ 4 വരെ അപേക്ഷ സ്വീകരിച്ചിരുന്നു. കേന്ദ്ര സിലബസിൽ പഠിച്ച 10ാം ക്ലാസ്സുകാരുടെ റിസൾട്ട് വൈകുന്നതിനാൽ പ്രവേശനം നേരത്തെ പൂർത്തിയാക്കുന്നത് ഇവർക്ക് +1 പ്രവേശനം കിട്ടാതാക്കുമെന്ന് ആശങ്ക. കഴിഞ്ഞ വർഷം ജൂൺ 30-നാണ് ക്ലാസ് തുടങ്ങിയത്. ഇത്തവണ ജൂൺ 14-ന് ക്ലാസുകൾ ആരംഭിക്കും. പ്രവേശനത്തിനുള്ള പ്രോസ്പെക്ട്സ് ഹയർ സെക്കൻഡറി വകുപ്പ് ഗവൺമെന്റിന് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലെ 2011 സ്കൂളുകളിലായി 4,18,706 സീറ്റുകളിലാണ് ഇത്തവണ +1 പ്രവേശനം. കഴിഞ്ഞ വർഷം 37,274 സീറ്റുകൾ വിദ്യാർത്ഥികളില്ലാതെ ഒഴിഞ്ഞുകിടന്നു. മെയ് 29-ന് +1 ട്രയൽ അലോട്ട്മെന്റ് പ്രഖ്യാപിക്കും. ജൂൺ 5-ന് ആദ്യ അലോട്ട്മെന്റ് നൽകും. നാളെ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതോടെ +1 പ്രവേശന നടപടികൾ ആരംഭിക്കാനാണ് നീക്കം. വെള്ളിയാഴ്ച SSLC ഫലം പ്രഖ്യാപിക്കുന്നതിന് നടപടിക്രമങ്ങൾ പൂർത്തിയായി. ടാബുലേഷൻ ജോലികൾ ഇന്നലെ പൂർത്തിയായിരുന്നു. പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് ഫലങ്ങൾ വിലയിരുത്തി നാളെ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. വയനാട്ടിൽ 2 ടെക്നിക്കൽ സ്കൂൾ ഉൾപ്പെടെ 38 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 12,548 വിദ്യാർത്ഥികളാണ് SSLC എഴുതി റിസൾട്ടിന് കാക്കുന്നത്. SSLCക്ക് ഇത്തവണയും മോഡറേഷൻ ഉണ്ടാകില്ല. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ജില്ലയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വരൾച്ച പ്രതിരോധിക്കുക എന്ന സന്ദേശമുയർത്തി പുൽപ്പള്ളി CK രാഘവൻ മെമ്മോറിയൽ BEd കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന വനവൽക്കരണ പരിപാടിക്ക് കബനി തീരത്ത് കൊളവള്ളിയിൽ വൃക്ഷത്തൈകൾ നട്ട് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി കോളേജ് ക്യാമ്പസിലും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. വിവിധയിനം മുളകളും വനവൃക്ഷങ്ങളും ഔഷധ തൈകളും ഫലവൃക്ഷങ്ങളുമാണ് നടുക. കർണാടകയിൽ നിന്ന് വീശിയടിക്കുന്ന ചൂടുകാറ്റിനെ പ്രതിരോധിക്കുന്നതിനും വർദ്ധിച്ചുവരുന്ന ജലക്ഷാമം നേരിടുന്നതിനും വേണ്ടി പഠനത്തോടൊപ്പം വനവൽക്കരണവും നടത്തി വിദ്യാർത്ഥികൾ മാതൃകയാവുകയാണ്. ചെറുമരങ്ങൾ പോലും മഴുവിനിരയാകുന്ന ഈ കാലഘട്ടത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികൾ. പുൽപ്പള്ളി പ്രസ് ഫോറം പ്രസിഡന്റ് CD ബാബു മുളന്തൈകൾ നട്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P പവിത്രൻ അധ്യക്ഷനായിരുന്നു. CKRM ട്രസ്റ്റ് സെക്രട്ടറി KR ജയരാജ്, വൈസ് പ്രിൻസിപ്പൽ ഷീന ജയറാം, അധ്യാപകരായ PK സാബു, O ശിവരാമൻ, സോളി ജോർജ്, ഷീബ P ജോർജ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ പ്രിൻസ് ചാക്കോ, സന്തോഷ്, ലിജിൻ, ഷോൺ, ഹർഷിന, അനുമോൾ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ വയനാട്ടിലെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ ടൂറിസ്റ്റുകളിലേക്ക് വളരെ ആകർഷണ കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു വയനാട്. തണുപ്പായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം, മഞ്ഞുമൊക്കെ. പക്ഷെ ഇന്ന് അതുപോലെയല്ല. ഇന്ന് നമ്മുടെ അതിർത്തി സംസ്ഥാനമായ കർണാടകത്തിനേക്കാളും ചൂട് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിന് കാരണം നമ്മുടെ ആസൂത്രണമില്ലാത്ത വികസനം തന്നെയാണ് അതിനൊരു കാരണം. അതിനേക പരിഹാരം എന്ന് പറയുന്നത് വനവൽക്കരണം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു മുളവേലി, ഒരു ഹരിതവേലി നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്നതും ഇതിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ നമ്മളിവിടെ ഒരു മുള നട്ടതും. ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകാനും ഇതിൻ്റെ തുടർപ്രവർത്തനങ്ങൾ നടത്താനുമാണ് നമ്മുടെ തീരുമാനം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കോഴിക്കോട് മൈസൂർ ഹൈവേയിൽ കൽപ്പറ്റ നോർത്ത് കൈനാട്ടി ബൈപ്പാസ് ജംഗ്ഷനിൽ കൽപ്പറ്റ റോട്ടറി ക്ലബ്ബ് നിർമ്മിച്ചു നൽകിയ പോലീസ് ഔട്ട് പോസ്റ്റ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ DYSP ചടങ്ങിൽ സംസാരിച്ചു. അജി ബഷീർ, K സജീവൻ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാനന്തവാടി കമ്മന സീനായിക്കുന്ന് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന് മോറോൻ കൂദാശിയും ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളും നാളെ മുതൽ 3 ദിവസം വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5-ന് ചടങ്ങുകൾക്ക് ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 6-ന് പൊതുസമ്മേളനം OR കേളി MLA ഉദ്ഘാടനം ചെയ്യും. ഭവനദാന പദ്ധതി താക്കോൽദാനം, പഠന സഹായ വിതരണം, ആദരിക്കൽ ചടങ്ങ്, ഉപഹാര സമർപ്പണം, സുവനീർ പ്രകാശനം എന്നിവയും ഉണ്ടാകും. 7-ന് നേർച്ചഭക്ഷണത്തോടെ ഓർമ്മ പെരുന്നാൾ സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ ഫാദർ ജോർജ് തോമസ് പാട്ടുപാളിയിൽ, ഷിബി നെല്ലിച്ചുവട്ടിയിൽ, ജോർജ് പാണിയേക്കാട്ട്,
അഭിലാഷ് പോൾ, വിൽസൺ കണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു. ഈ വരുന്ന 5, 6, 7 തീയതികളിൽ വെള്ളി, ശനി, ഞായർ തീയതികളായിട്ട് നടത്തപ്പെടുകയാണ്. സുൽത്താൻ ബത്തേരി ഭദ്രാസന അധിപൻ ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനിയാണ് കൂദാശ കർമ്മം നിർവഹിക്കുന്നത്. തിരുമേനിക്ക് 5-ാം തീയതി 3 മണിക്ക് കൊയിലേരി ടൗണിൽ വെച്ച് വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണം നൽകുകയും തുടർന്ന് ദേവാലയത്തിൽ വെച്ച് 5-ഓടുകൂടി ദേവാലയ കൂദാശയുടെ 1-ാം ഭാഗം നടത്തപ്പെടുകയും ചെയ്യും. പുൽപ്പള്ളി അമരക്കുനി വിശുദ്ധ യൂദാസ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ദേവാലയ കൂദാശയും തിരുനാളാഘോഷവും ഈ മാസം 6 മുതൽ 14 വരെ നടക്കും. അമരക്കുനിയിൽ നിർമ്മിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് ഈ മാസം 6-ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുരുന്നേടം നിർവഹിക്കും. 7-ാം തീയതി വൈകിട്ട് 4-ന് ഫാദർ റോബിൻ പടിഞ്ഞാറത്തറയിൽ കൊടിയേറ്റും. 4:15-ന് ആഘോഷമായ ദിവ്യബലി, വചനപ്രഘോഷണം, നൊവേന, തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് ഫാദർ ജോസ് തയ്യലും 8-ാം തീയതി 4:30-ന് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ അലക്സ് കളപ്പുരയും, 9-ന് മാതൃദിനത്തിൽ ഫാദർ സജി നെടുങ്കല്ലേലും, 10-ന് അനുസ്മരണ ദിനത്തിൽ ഫാദർ ഫിലിപ്പ് കരോട്ടും, 11-ന് കുടുംബദിനത്തിൽ ഫാദർ മാർട്ടിൻ പുതുശ്ശേരിയും, 12-ന് യുവജന ദിനത്തിൽ ഫാദർ ജെയ്സൺ കാഞ്ഞിരപ്പാറയിലും നേതൃത്വം നൽകും. പ്രധാന ദിവസമായ 13-ന് ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്കും വചനപ്രഘോഷണത്തിനും നൊവേനയ്ക്കും ഫാദർ സജി പുതുക്കുളങ്ങര നേതൃത്വം നൽകും. വിശുദ്ധ യൂദാസ്ലീഹായുടെ തിരുശേഷിപ്പും വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് അമരക്കുനിയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടാകും. 2017 മെയ് മാസം 6-ാം തീയതി രാവിലെ 9 മണിക്ക് മാനന്തവാടി രൂപതയിടയനായ മാർ ജോസ് പുരുന്നേടം പിതാവ് നിർവഹിക്കുകയാണ്. പ്രസ്തുത കൂദാശ കർമ്മത്തിലേക്ക് നിങ്ങളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂദാശ കർമ്മത്തിന് ശേഷം ഈ മാസം 7 മുതൽ 14 വരെ നടത്തപ്പെടുന്ന തിരുനാൾ ആഘോഷങ്ങളിലേക്കും എല്ലാവരെയും ഏറ്റവും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വയനാട് സാന്ദ്രയുടെ നാടകം ഓമൽ കിനാവ് അവതരിപ്പിക്കും. തിരുനാളിന്റെ സമാപന ദിനമായ 14-ന് 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ഗാനപൂജ, വചനപ്രഘോഷണത്തിനും നൊവേന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയ്ക്ക് ഫാദർ തോമസ് കാച്ചിറയിൽ നേതൃത്വം നൽകും. 2014 ഒക്ടോബർ മാസത്തിലായിരുന്നു ദേവാലയത്തിന് തറക്കല്ലിട്ടത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മാനന്തവാടി തൃശ്ശിലേരി സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും തിരുനാൾ നാളെ മുതൽ 3 ദിവസം നടക്കും. ഇടവകയുടെ സുവർണ്ണ ജൂബിലി ഉദ്ഘാടനവും പുതുതായി നിർമ്മിച്ച വൈദിക മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും പരിപാടികളുടെ ഭാഗമാണ്. 5-ന് വൈകുന്നേരം 4:45-ന് വികാരി ഫാദർ പോൾ ഇടയകൊണ്ടാട്ട് കൊടിയേറ്റുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. 6-ന് തിരുനാൾ കുർബാന, പ്രദക്ഷിണം എന്നിവയുണ്ടാകും. 7-ന് രാവിലെ 10:30-ന് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് മാനന്തവാടി രൂപതാ മെത്രാൻ മാർ ജോസ് പുരുന്നേടം മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വൈദിക മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ്, നേർച്ച ഭക്ഷണത്തോടെ ഓർമ്മ പെരുന്നാൾ സമാപിക്കും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സെബാസ്റ്റ്യൻ ഓണിശ്ശേരി, തോമസ് കുളിരാനി, ബാബു പെലക്കുടി, പ്രസാദ് മുണ്ടപ്ലാക്കൽ എന്നിവർ പങ്കെടുത്തു. തൃശ്ശേരി സെന്റ് ജോർജ് ദേവാലയത്തിന്റെ സുവർണ ജൂബിലി വർഷാദിനത്തിന്റെ ഉദ്ഘാടനവും ഇടവ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും കുടിയേറ്റ ജനതയുടെ ആശ്രയവും സങ്കേതവുമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളും പുതുതായി നിർമ്മിച്ച വൈദിക മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും മെയ് 5, 6, 7 തീയതികളിൽ സമുചിതമായി നടത്തപ്പെടും. വയനാട് ന്യൂസ്, മാനന്തവാടി. തോമാട്ടുചാൽ കടൽമാട് ഇരുട്ടറക്കുല്ലി മേലേക്കാവിൽ സ്വയംഭൂവായ കിരാത പാർവതി ദേവിക്ക് ആത്മനിവേദ്യമായി പൊങ്കാല അർപ്പിച്ചു. രാവിലെ 8:30-ന് ക്ഷേത്രം തന്ത്രി പാതിരിശ്ശേരി ഇല്ലത്ത് ബ്രഹ്മശ്രീ ശ്രീകുമാരൻ നമ്പൂതിരിപ്പാട് പ്രധാന അടുപ്പിൽ നിന്ന് പൊങ്കാലടുപ്പിലേക്ക് തീ പകർന്നു. തുടർന്ന് നിരവധി പൊങ്കാലടുപ്പുകളിൽ നിന്ന് ആകാശത്തേക്ക് ഭക്തിയുടെ പുകച്ചുരുളുകൾ ഉയർന്നു. 100 കണക്കിന് ഭക്തർ പൊങ്കാല സമർപ്പണത്തിനായി എത്തിയിരുന്നു. 10:30-ഓടെ നിറഞ്ഞു കവിഞ്ഞ പൊങ്കാലക്കലങ്ങളിൽ അനുഗ്രഹത്തിന്റെ പുണ്യതീർത്ഥം തളിച്ചതോടെ നിവേദ്യ സമർപ്പണം പൂർണ്ണമായി. പുതുക്കി പണിത തവിഞ്ഞാൽ മുതിരേരി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും മെയ് 10 വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. പരിപാടികളുടെ ഭാഗമായി സമാരംഭ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ വരൾച്ച മൂലം ദുരിതമനുഭവിക്കുന്ന മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ വരൾച്ച ബാധിത പ്രദേശങ്ങൾ YMCA സംസ്ഥാന ചെയർമാൻ ജോയ്സി ജോർജും സംഘവും സന്ദർശിച്ചു. കർണാടക അതിർത്തിയിലെ കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന കൊളവള്ളി, ചാമപ്പാറ, സീതാമൗണ്ട്, മരക്കടവ്, കൃകന്നൂർ പ്രദേശങ്ങളും കബനി തീരവും സംഘം സന്ദർശിച്ചു. കൃഷിനാശം നേരിട്ടവരുടെ കൃഷിയിടങ്ങൾ, കഴിഞ്ഞ വർഷം വരൾച്ചയിൽ YMCA കുടിവെള്ള ടാങ്കുകൾ നൽകിയ കർഷകരുടെ വീടുകൾ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. സീനിയർ സെക്രട്ടറി KP ജോൺ, ജില്ലാ ചെയർമാൻ മത്തായി ആതിര, പ്രകാശ് സിറിയക്, OP ജോഷി, വത്സ ചാക്കോ, സജി കൊല്ലാറത്ത്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
ജീന ഷാജി എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തെ കിടപ്പുരോഗി സംഗമം നടത്തി. മുളൻകൊല്ലി വനമൂലിക ഓഡിറ്റോറിയത്തിൽ സംഗമത്തിൽ 16 കിടപ്പുരോഗികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് ക്ലിനിക് പ്രസിഡന്റ് NU ഇമ്മാനുവൽ അധ്യക്ഷനായിരുന്നു. CMC നടവയൽ പ്രൊവിൻസിലെ സിസ്റ്റർ ജീസ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസിനെ വഞ്ചിച്ച KM മാണിയും മകനും രാഷ്ട്രീയത്തിലെ യൂദാസുകളെന്ന് MM ഹസൻ. വഞ്ചന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയെന്നും ഹസൻ. സാമ്പത്തിക ക്രമക്കേട് KSRTC മാനന്തവാടി ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ജില്ലയിൽ സമരം ചെയ്ത 30 മെക്കാനിക്കൽ ജീവനക്കാർക്കും സസ്പെൻഷൻ. ഉഡാൻ പദ്ധതി 2ാം ഘട്ടത്തിൽ വയനാട്ടിലും എയർ സ്ട്രിപ്പ്. പദ്ധതിയിൽ സംസ്ഥാനത്ത് നിന്ന് വയനാടും ഇടുക്കിയും. നൂൽപ്പുഴ കണ്ണങ്കോട്ട് അപൂർവ ഇനം ദേശാടനക്കിളികൾ ചത്തുവീണു. ദേശാടകർ രോഗവാഹകരെന്ന് ആശങ്ക. നടവയലിലെ വിവാദ ഭൂമിയിൽ സമരസമിതി പ്രവർത്തകർ കൃഷിയിറക്കി. മേപ്പാടി കോട്ടവയൽ കോളനിയിൽ ആദിവാസികൾക്ക് രാപ്പാർക്കാൻ മേൽക്കൂരയില്ലാത്ത വീട്. വീട്ടിലേക്ക് ചെളി തൊടാതെ നടക്കാൻ സിമന്റിട്ട റോഡ്. SSLC പരീക്ഷാഫലം നാളെ. ജില്ലയിൽ ഫലം കാക്കുന്നത് 12,548 വിദ്യാർത്ഥികൾ. +1 ക്ലാസുകളിൽ പ്രവേശനം തിങ്കളാഴ്ച മുതൽ ഓൺലൈനിൽ. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.